കുർബാന നിശ്ചയിച്ചത് പടച്ചാമ്പുരാനാണെന്ന് ഖുർആൻ പറയുന്നു. നിസ്കാരം പോലെ തന്നെ വിശുദ്ധമാണ് കുർബാന. നിങ്ങൾ നാളെ മുതൽ പൊങ്കാലിട്ടോളൂ. ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് അവനാർക്ക് വേണ്ട ഒരു ഭാഗം. ഇപ്പോൾ ഒരാൾ പറയണം ഫബൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അതുകൊണ്ട് നിസ്കരിക്കണ്ട അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ്. എന്താ ഉണ്ടാകാൻ പോകുന്നത്? അതായത് സന്ദർഭത്തിൽ നിന്ന് ആയത്തിനെ അടർത്തിയെടുത്ത് തൻ്റെ ജഹാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിത്തെന്ന് പറയാൻ പറ്റില്ല, വിവരക്കേട്, തൻ്റെ വിവരക്കേടിന് തെളിവുണ്ടാക്കുന്ന പണിയാണ് ഈ മനുഷ്യനെ പോലെയുള്ള ആളുകളൊക്കെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളായ ഒരാൾ പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകണം, അതേപോലെ തന്നെ അവർ പിന്നെ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്ക് വരിക, പിന്നെ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് അത് മുസ്ലിമിലെന്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സൗഹാർദ്ദം യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ആരാധനകളെ കുറിച്ച് ഖുർആനിന്റെ ഭാഷ്യം എന്താണ്? ലിക്കുല്ലിൻ ജഅൽനാ മൻസകൻ. ഖുർആൻ പറയുന്നു, ഓരോ സമൂഹത്തിനും നാം വ്യത്യസ്ത ആരാധനാ രീതികൾ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്, അതവർ ചെയ്തോട്ടെ. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടേതായ ആരാധനാ രീതി, ഞങ്ങളുടെ നിസ്കാരമാണ് ശരി, നിങ്ങളുടെ കുർബാന തെറ്റാണ്. ഇങ്ങനെ പറയാൻ പറ്റുമോ? കുർബാന നിശ്ചയിച്ചത് പടച്ചാമ്പുരാനാണെന്ന് ഖുർആൻ പറയുന്നു. നിസ്കാരം പോലെ തന്നെ വിശുദ്ധമാണ് കുർബാന. നിങ്ങൾ നാളെ മുതൽ പൊങ്കാലിട്ടോളൂ. ഞാൻ ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സൂറത്തുൽ ഹജ്ജിൽ 22-ാമത്തെ അധ്യായത്തിൽ ലിക്കുല്ലിൻ ജഅൽനാ മൻസകൻ, ഓരോരുത്തർക്കും നമ്മളാകുന്നു ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തത്. ഫലാ യുനാസിഉന്നക ഫിൽ അംരി, അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത് ഖുർആൻ പറയാണ്. അതുകൊണ്ട് കുർബാന കൊള്ളൂല, നിസ്കാരമാണ് മഹത്തരം, അങ്ങനൊന്നുമില്ല. നിസ്കാരവും ഒരേ ലക്ഷ്യത്തിന്. നിസ്കരിക്കുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. കുർബാന അർപ്പിക്കുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. അമ്പലത്തിൽ പോകുന്ന എന്തിനാ? ദൈവപ്രീതിക്ക്. വ്യത്യസ്തമായ ആരാധനാ രീതികൾ, ഉദ്ദേശമൊന്ന്. യെസ്, അപ്പോൾ നിസ്കരിക്കണ പോലെ തന്നെയാണ് എന്ത് കുർബാന നടത്തുന്നത്. അതുപോലെ തന്നെയാണ് നാളെ മുതൽ നിങ്ങൾ പൊങ്കാലിട്ടോളെ ഒക്കെ ഇത് തന്നെയാണ് സംഭവം. ഒക്കെ പടച്ചോൻ പറഞ്ഞതാണ്. ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. മൂപ്പര് വലിയ ഖുർആൻ പണ്ഡിതനാണ് എന്നുള്ളതാണ് മൂപ്പര് സ്വയം എന്ത് ചെയ്യണത്, അവതരിപ്പിക്കുന്ന ആ രൂപത്തിലാണ്. അപ്പോൾ ഇതൊരു സർവമത സത്യവാദം, അത് തന്നെയാണ് ഈ മൂപ്പര് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ് എല്ലാം. ഇതൊരു പറയാൻ എളുപ്പമുള്ള സംഗതിയാണല്ലോ, എല്ലാവരെയും സുഖിപ്പിക്കാവുന്ന ഒരു എതിരഭിപ്രായങ്ങളും വരാത്തൊരു സംഗതി ആയതുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞ് നടക്കൽ സുഖമുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായ ഇസ്ലാമിക വശം? ഇത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം ഈ പറഞ്ഞ ഖുർആനിലുള്ളതാണോ ഇതൊക്കെ? ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അതൊക്കെ നമുക്കും തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക് ഒന്നാമതായിട്ട് ചർച്ചയ്ക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഷബീബ് സുലൈം. ഇവിടെ ഈ മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ആയത്തുണ്ട് പോകും, എന്നിട്ട് അയാൾക്ക് ഇഷ്ടമുള്ള അർത്ഥം പറയും. അതാണ് ഇതിൽ ഒന്നാമത്തെ ഇയാൾ കാണിക്കുന്ന തരികട. അതേപോലെ കൊല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധനക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണം അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കാൻ പോകണ്ട, ഞമ്മൽ നിങ്ങൾ തർക്കിക്കണ്ട, അള്ളാഹു പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആയത്ത് പറഞ്ഞ ലിക്കുല്ലിൻ ജഅൽനാ മൻസകൻ എന്നാണ് പറഞ്ഞത്. ആയത്ത് തന്നെ അങ്ങനെ അല്ല ഉള്ളത്, അത് വേറെ വിഷയം. രണ്ട് ആയത്ത് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. രണ്ടിലും ആ അർത്ഥം പദല്ല വന്നിട്ടുണ്ട്. രണ്ടാമത്തും മാത്രമല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ഭാഗം ഖുർആനിൽ ഇല്ലതാണ്. അത് അവനാർക്ക് വേണ്ട ഒരു ഭാഗം. ഇപ്പോൾ ഒരാൾ പറയണം ഫബൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം, അതുകൊണ്ട് നിസ്കരിക്കണ്ട അള്ളാഹു പറഞ്ഞിരിക്കുന്നതാണ്. എന്താ ഉണ്ടാകാൻ പോകുന്നത്? അതായത് സന്ദർഭത്തിൽ നിന്ന് ആയത്തിനെ അടർത്തിയെടുത്ത് തൻ്റെ ജഹാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിത്തെന്ന് പറയാൻ പറ്റില്ല, വിവരക്കേട്, തൻ്റെ വിവരക്കേടിന് തെളിവുണ്ടാക്കുന്ന പണിയാണ് ഈ മനുഷ്യനെ പോലെയുള്ള ആളുകളൊക്കെ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അറബി ഭാഷ കുറച്ചെങ്കിലും അറിയുമായിരുന്നെങ്കിൽ ഫലാ യുനാസിഉന്നക എന്നുള്ളതിന് ആ യുനാസിഉ എന്നുള്ള ആ പദപ്രയോഗം നിങ്ങൾ തർക്കിക്കരുതെന്നാണ് ഏറ്റവും ചുരുക്കിയത്. യുനാസിയോ അല്ലല്ലോ വേണ്ടത്, നീ എന്നാണ് പറയുന്നത്. മുഖാത്തബിൻ്റെ സീഗയിലാണെങ്കിൽ താ അല്ല അവിടെ വരേണ്ടത്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അറബിൻ്റെ ബാലപാഠം പോലും അറിയില്ല. ഇദ്ദേഹത്തെ വലിയ സംഭവമായി കണ്ട് ഇദ്ദേഹത്തിൻ്റെ മുന്നിലൊരു സമൂഹം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കാർ. കാരണം ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളോ അറിയാത്ത ഒരാളുടെ ഒരു ജാഹിലിൻ്റെ അഥവാ ഒരു വിവരദോഷിയുടെ പിന്നാലെ പോവുകയാണ് ഇവർ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും മതം. ഇപ്പോൾ അതിൽ മുമ്പ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ക്രൈസ്തവൻ്റെ അതുപോലെ തന്നെ ഹിന്ദുക്കൾ അമ്പലത്തിൽ പോകുന്നതിനൊക്കെ എന്താണ് ഇത് തെളിവാണെന്നാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആയത്തിൽ ഇയാളല്ലാത്ത ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മുഫസ്സിർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അതാദ്യം അന്വേഷിക്കേണ്ട ആണല്ലോ. ഇതിൻ്റെ
ഒന്നാമത്തെ സമൂഹം അതല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആനിനെ ആദ്യമായി റസൂലുള്ളാഹിൽ നിന്ന് കേട്ട സഹാബത്ത്, ഫസ്റ്റ് ഓഡിയൻസ്, പ്രൈമറി ഓഡിയൻസ്. അപ്പോൾ ഈ പ്രൈമറി ഓഡിയൻസ് എന്തിതെന്ന് മനസ്സിലാക്കി. എന്നാൽ ശരി അബൂജാലെ, ഒരു പ്രശ്നമൊന്നുമില്ല, നിങ്ങളെ കാബത്തിങ്ങനെ ആ വിഗ്രഹമായിട്ട് ആരാധിച്ചോളി, ഞങ്ങളവിടെ തവാഫ് ചെയ്തോണ്ട്, നിങ്ങളും അള്ളാഹുലേക്ക് അടുക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളും അത് തന്നെയാണ്. അപ്പോൾ മറ്റെന്താണ് പറയാ, അബൂജഹലിനെ പോലത്തെ ആളുകൾ വെച്ചൊരു സന്ധി ഉണ്ടായിന്, അഡ്ജസ്റ്റ്മെന്റ് സന്ധി അവിടെ. അതെ, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞു, വലൗല സബ്ബഖ്നാക ലതർകനു ഇലൈഹി ശൈഅൻ ഖലീല. നബിയെ, താങ്കൾക്ക് മനസ്സിന് നാം സ്ഥൈര്യം നൽകിയിരുന്നില്ല എങ്കിൽ താങ്കൾ അല്പാൽപമായിട്ട് അവരിലേക്ക് ചായുമായിരുന്നു എന്ന് പറഞ്ഞ ആ ആയത്തപ്പം എന്താണ്? ഇവിടെ ക്രൈസ്തവരിൽ നിൽക്കട്ടെ, ഹിന്ദുക്കളെ ആരാധന വരെ അദ്ദേഹം പറയുമ്പോൾ വിഗ്രഹാരാധകരായിരുന്ന എന്താ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന വെറും ആൾക്കാരല്ല, എളാപ്പ, മൂത്താപ്പ, അമ്മാവന്മാർ, ഇങ്ങനെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മുഴുവൻ അടുത്ത ബന്ധുക്കൾ. ഇനി മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയിലെ ബോർഡറിൽ നിന്നിട്ട് നബി പറഞ്ഞൊരു വർത്താനമുണ്ട്, മക്കേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ്, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പോകില്ലായിരുന്നു. അപ്പോൾ എന്തിനാ പുറത്താക്കി? സർവമത സത്യവാദമാണ് നബി പഠിപ്പിച്ചിരുന്നത് എങ്കിൽ അബൂജഹൽ കുട്ടി പിടിച്ച കണ്ട് എടാ മോനെ ഇങ്ങോട്ട് വാ, ഞാനും അള്ളാഹുലേക്ക് അടുക്കാനുള്ളതാണ് ചെയ്യേണ്ടത്, ഇജും അള്ളാഹുലേക്ക് അടുക്കാനുള്ള, നമുക്ക് രണ്ടാം കൂടി എന്താക്കാം, നമുക്ക് ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ട് ചെയ്തു പോകുക, ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ ഇരുന്ന. ഈ ബദർ യുദ്ധം ഉണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു? ഇദ്ദേഹം പറഞ്ഞതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ് പറയാ, ഒരു 2020 കളി നടക്കണ പോലെയുള്ളൊരു സംഭവമാണ് ബദർ ഉഹുദൊക്കെ. ഒരു ആവേശത്തോടു കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ രസമായിരുന്നു, സോറി ഇട്ടാന്ന് പറഞ്ഞാൽ കൈ പിടിച്ചേക്കാണ്ട് പോകുന്ന ഒരു സിസ്റ്റം. അതാണോ യഥാർത്ഥത്തിൽ? ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനി നോക്കുക, മദീനത്ത് ചെന്നു, അപ്പോൾ മദീനത്ത് ചെന്നപ്പോൾ മൂപ്പരാറിന് ആരുണ്ട് അവിടെ? യഹൂദികളുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരുണ്ട്, ഓല കുർബാനയും പൂജയൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്നാൽ പിന്നെ എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അവരുടെ മതത്തിനെതിരാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നബിയുടെ ശത്രുക്കളുടെ കൂടെ കരാറ് ലംഘിച്ചുകൊണ്ട് എന്താക്കിയത്? നബിയെ കൊല്ലാനുള്ള പണിയെടുത്തത്. സർവമത സത്യവാദമാണെങ്കിൽ ഖൈബറിൽ കൊണ്ടേക്കാണ്ട് ആട്ടർച്ചിയിൽ വിഷട്ടെടുക്കേണ്ട ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന സമയത്ത് നബിയുടെ തലയിലേക്ക് കല്ലെടുത്തെറിയാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പട്ടിണി കിടന്ന് ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഖന്തക്ക് നിന്ന് കിടങ്ങ് കീറി ശത്രുക്കൾ മദീനയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയാൻ വേണ്ട പണിയെടുക്കുമ്പോൾ ഇങ്ങേപ്പുറത്തൂടെ പോയിട്ട് എന്താക്കാണ്, നിങ്ങൾ ഇതിൽ കൂടെ പോരി എന്ന് പറഞ്ഞ് വഴി കാണിച്ചു കൊടുക്കുന്ന ബനൂ ഖുറൈള എന്തിനാ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം? എല്ലാരും തൃപ്തിപ്പെടുത്തിയിട്ട് പോകാമായിരുന്നു. ഇതാണ് ഇദ്ദേഹം പറഞ്ഞതാണ് ശരിയാണ് എങ്കിൽ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഖുർആൻ ഇറങ്ങിയ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂപ്പര് പറഞ്ഞ മനസ്സിലായിട്ടില്ല. അതാണ് ഇതിൽ വലിയ അത്ഭുതമാണ്. ഇമാം ഷൗക്കാനി റഹിമഹുല്ല ഈ വിഷയത്തിൽ പറയുന്നത് കാണാം, ലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക എന്ന് പറഞ്ഞാൽ ഐ ലികുല്ലി ഖർനിൻ മിനൽ ഖുറൂനിൽ മാദിയത്തി വളഅന ശരീഅത്തൻ ഖാസ. കഴിഞ്ഞു പോയ തലമുറകൾ, മുഹമ്മദ് നബിയോട് പറഞ്ഞു കൊടുക്കണം, കഴിഞ്ഞു പോയ തലമുറകൾക്ക് അവർക്ക് അവരുടേതായ രൂപത്തിലുള്ള ശരീഅത്ത്, മതനിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടുണ്ട്. അത് സമാവിയായ ദീന് എന്ന് പറഞ്ഞാൽ ആകാശത്തു നിന്ന് വന്നിട്ടുള്ള ദീനുകൾ, വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ദീനുകൾ, അവർക്കൊക്കെ അതാതു കാലഘട്ടങ്ങളിലുള്ള മതനിയമങ്ങളും ആരാധന സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ബിഹൈസു ലാ തതഖത്ത ഉമ്മത്തും മിൻഹും ശരീഅതഹ അൽ മുഅയ്യനത ലഹ ഇലൽ ഉഖറ. അപ്പോൾ അങ്ങനെ ഓരോ ശരീഅത്ത് ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ ശരീഅത്ത് പ്രകാരം അവർ ജീവിക്കണം. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് വരുന്നതോടുകൂടി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്ത് അവിടെ അവസാനിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശരീഅത്തിൽ വന്നു, ആ ശരീഅത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശരീഅത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടും സത്യപ്പെടുത്തിക്കൊണ്ടും ഈസാ നബി വരുന്നു. ആ ഈസാ നബി അലൈഹി സ്വലാം അവിടെ കൃത്യമായ ശരീഅത്ത് പഠിപ്പിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ നാട്ടിലെ പാതിരിമാരും പുരോഹിതന്മാരും ഈ ശരീഅത്തിൽ കടത്തിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ എന്താക്കും? ഇല്ലായ്മ ചെയ്യും.
ഇത് ഞാൻ പറയല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ലാ സംഭവം എന്താക്കുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഇവിടെ പറയും തിൽക്കൽ ഉമ്മത്തു ഹിയ അൽ ആമിലത്തു ബിഹി ലാ ഗൈറുഹ. അപ്പോൾ ആ ഉമ്മത്ത്, ഏത് ഉമ്മത്തിലേക്ക് ഏത് ശരീഅത്ത് ഇറങ്ങിയോ ആ ഉമ്മത്ത് ആ കാലഘട്ടത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. ഫക്കാനത്തി തൗറാത്തു മൻസക്കൽ ഉമ്മത്തില്ലത്തി കാനത്ത് മിം മബ്അസി മൂസ ഇല മബ്അസി ഈസ. തൗറാത്ത് എന്നുള്ളത് മൂസ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചത് മുതൽക്ക് ഈസ അലൈഹിസ്സലാമിൻ്റെ നിയോഗം വരെയുള്ള സമൂഹത്തിനുള്ള ശരീഅത്താണ്. വൽ ഇൻജീലു മൻസകു ഉമ്മത്തില്ലത്തി മിൻ മബ്അസി ഈസ ഇല മബ്അസി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ചത് മുതൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ആളുകളുടെ ശരീഅത്ത് ഈസാ നബി അലൈഹിസ്സലാമിനെ അവതരിപ്പിക്കപ്പെട്ട ഇൻജീലാണ്. മാത്രവുമല്ല അത് കഴിഞ്ഞ ദിവസം വീണ്ടും പറയുകയാണ് വൽ ഖുർആനു മൻസകുൽ മുസ്ലിമീൻ. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഒരാൾ മുസ്ലിമി എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് സമർപ്പിച്ചവനെന്ന് പറയുമ്പോൾ, അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവനാണ്. ഇനി മുൻകാലഘട്ടത്തിലെ ജീവിച്ചു പോയ അഹ്ലു കിതാബിൻ്റെ നിയമങ്ങൾ നമുക്ക് നിയമമായി വരുമോ? അവിടെയാണ് ഫുഖഹാക്കൾ പറയുന്ന ഒരു പ്രത്യേക കായികയുണ്ട്. ഷറഉ മൻ ഖബലന ഷറഉ ലന ഇദാ ലം യുഖാലിഫ് ഷറഅന. ഷറഉ മൻ ഖബലന ഷറഉ ലന, മുൻഗാമികൾക്ക് അഥവാ അഹ്ലു കിതാബുകാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഷറഅനാണ് നമ്മളും ഷറഅ. ഇദാ ലം യുഖാലിഫ് ഷറഅന, നമ്മുടെ ഷറഇനോട് എതിരാകാത്തിടത്തോളം കാലം അതന്നെയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ കാണാം വമൻ ഖതല നഫ്സൻ ബിനഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമ ഖതല അന്നാസ ജമിഅ. ഇത് ആരുടെ ശരീഅത്താ? ഇത് അഹ്ലു കിതാബിൻ്റെ ശരീഅത്താണ്. ആ ശരീഅത്ത് തന്നെയാണ് നമ്മളെ ശരീഅത്ത്. അഥവാ പ്രതിക്രിയയുടെ ഭാഗമായിക്കൊണ്ടോ മറ്റോ അല്ലാതെ ഒരു മനുഷ്യൻ ഒരാൾ കൊന്നാൽ അവൻ ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളെയും ഈ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നവനെ പോലെയാണ്. ഇത് എവിടെ പറഞ്ഞെന്ന് പറഞ്ഞത്? അഹ്ലു കിതാബുകാർക്ക് നൽകിയ നിയമമാണ്. ആ നിയമം തന്നെയാണ് നമ്മളെ നിയമം. അതിൽ നമുക്ക് മാറ്റില്ല. നമ്മളും അകാരണമായിക്കൊണ്ട് ഒരു മനുഷ്യനെ കൊന്നാൽ ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യനും കൊന്നവനെ പോലെയാണ് തന്നെയാണ് പറഞ്ഞത്. ഫമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമിഅ. ആ ശരീരത്തിൽ നമുക്ക് മാറ്റില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാൽ നാളെ മുതൽ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഇവിടുത്തെ മറ്റേ ഹിന്ദുക്കളും എല്ലാവരും കൂടി സർവ്വമതം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കല്ല ചെയ്യേണ്ടത്. മതം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മതമായി പഠിപ്പിച്ചു തന്ന, അള്ളാഹു പഠിപ്പിച്ചു തന്ന മതത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ജീവിക്കുന്നതോടൊപ്പം മറ്റു മതസ്ഥരെ നമ്മൾ എന്താക്കുന്നു? അവരെ മാനിക്കുന്നു. അവരോടുള്ള നമ്മുടെ ഇഷ്ടം യഥാർത്ഥത്തിൽ അവരോട് പ്രബോധനം ചെയ്യുവാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നു. കാരണം നമ്മൾ വിശ്വസിക്കണം ആത്മാർത്ഥമായിട്ട്, നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ചാലേ സ്വർഗം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ അയൽവാസിയായ ഒരു അവിശ്വാസി, അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഞാൻ എന്താക്കും? സ്വാഭാവികമായിട്ടത് അത് പറയണം. അതൊരിക്കലും എന്തല്ല അവൻ്റെ മതത്തെ ഇകഴ്ത്തിക്കൊണ്ടല്ല, അവരോടുള്ള വെറുപ്പല്ല, അവരോടുള്ള ഇഷ്ടമാണ് അത്. കാരണം ഞാൻ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് ഞാൻ എന്താക്കണം? അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ജീവിച്ച് അദ്ദേഹത്തിനോട് ഒരിക്കൽ പോലും ഇസ്ലാം പറയാതെ, അദ്ദേഹത്തോട് ഇതാണ് സത്യമെന്ന് പറയാതെ ഞാൻ ജീവിച്ചു പോകുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അദ്ദേഹത്തോട് വഞ്ചനയാണോ എന്നുള്ളതാണല്ലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് പറഞ്ഞ ഒരൊറ്റ ആയത്തും കൂടി ഞാൻ പറയാം. അത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അള്ളാഹ് പറയാം വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, ഇസ്ലാമല്ലാത്തതിനെ ആരെങ്കിലും ദീനായി കൊണ്ട് ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതായത് അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അവനിൽ നിന്നും അതൊരിക്കലും സ്വീകരിക്കുന്നതല്ല എന്ന് മാത്രമല്ല അവൻ പരലോകത്ത് നഷ്ടക്കാരിൽപ്പെട്ടവനുമായിരിക്കും. എന്നിട്ട് വീണ്ടും പറയാം കൈഫ യഹ്ദില്ലാഹു ഖൗമൻ, എങ്ങനെയാണ് ഒരു സമൂഹത്തെ അള്ളാഹു നേർവഴിയിലേക്കാക്കുക? കഫറൂ, അവർ സത്യനിഷേധികളായിരിക്കുന്നു. ബഅദ ഈമാനിഹിം, അവിടെ ഈമാനിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താ? മൂസാ നബിയിൽ അവർ വിശ്വസിച്ചു. ഈസാ നബി വന്നപ്പോൾ പറഞ്ഞു ജാരസന്ധതയാണ്, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു വിഭാഗം ആളുകൾ എന്താക്കി? ഈസാ നബി അലൈഹി സ്വലാമിനെ നബിയായി കണ്ട് വിശ്വസിച്ചു. മുഹമ്മദ് നബി വന്നപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം സാഹിറാണ്, വിശ്വസിക്കാൻ പറ്റില്ല. അതാണ് അള്ളാഹ് ചോദിച്ചത്.
എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സമൂഹം നേർവഴിയിലാകുക ആണ് ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്നർ റസൂല ഹഖ്കുൻ. അവർ സാക്ഷ്യം വഹിച്ച ആളുകളാണ് എന്ത്? റസൂല ഹക്കാണെന്നുള്ളത്. വജാഅഹുമുൽ ബയ്യിനാത്ത്, അവരിലേക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ ളാലിമീൻ, അള്ളാഹു അക്രമികളായ സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കുകയില്ല. ഇദ്ദേഹം പറഞ്ഞ നിലക്കാണെങ്കിൽ ഇവിടുത്തെ അക്രമികൾ എന്ന് പറഞ്ഞ ആളുകൾ ആരാ? എല്ലാവരും സത്യസന്ധരാണ്, എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ് പൂജകൾ നടത്തുന്നത്, ആരാധനകൾ നടത്തുന്നത്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നടത്തുന്നത് എന്ന് പറയുമ്പോൾ ഈ ആയത്ത് ഖുർആനിലുള്ളതാണോ? അയാൾ പറയണം. ഈ ഖുർആനിൽ അതാണ് പറഞ്ഞത്. എന്നിട്ട് പറയാം ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹ്, അത്തരം ആളുകൾക്കുള്ള ജസാ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നതാണ്. വൽ മലായിക്കത്തി, മലക്കുകളുടെ ശാപവുമുണ്ട് എന്നതാണ്. വന്നാസി അജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ശാപം അത്തരം ആളുകൾക്കുണ്ട്. നാസിൻ്റെയും അതായത് ജനങ്ങൾ എന്ന് പറയുമ്പോൾ ആ ജനങ്ങളുടെയും ശാപം അവർക്കുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ട് ഈ ആയത്തുകളൊക്കെ മറച്ചു വെക്കാതെ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാനും അവനാൻ്റെ ചാനലിൽ കുറച്ച് ആളുകളെ കൂട്ടാനും ഈ ദീനിനെ കരുവാക്കുമ്പോൾ, ഈ ദീനിനെ ബലി നൽകുമ്പോൾ ഇത്തരം ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്കും നാളെ പരലോകം വരാനുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾക്കെതിരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷിയാകാതിരിക്കണമെങ്കിൽ തൗബ ചെയ്ത് തെറ്റേറ്റു പറഞ്ഞ് മടങ്ങല്ലാതെ യാതൊരു നിർവാഹവുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. ആമീൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഖുർആനിലെ ഒട്ടനവധി ആയത്തുകളെ നിഷേധിക്കാതെ അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൂപ്പർക്ക് ഈ പറഞ്ഞ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് പോകാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, പിന്നെ ഖുർആൻ പറയുന്നു ഈ ശരീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. ഇത് പൂർത്തിയാക്കപ്പെടും, ഇന്നേ ദിവസം ഈ മതം ഇത് പൂർത്തിയാക്കപ്പെടും. ഇനി ഇതിലേക്ക് എന്തില്ല, ഒന്നും കൂട്ടിച്ചേർക്കാനുമില്ല, ഇതിൽ നിന്നൊന്നും എടുത്തു മാറ്റാനുമില്ല. അതുപോലെ തന്നെ ഖുർആൻ പറയുന്ന വേറെ വിഷയമാണ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന് പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന് പറയും. എന്താണ് ഈ നന്മ, എന്താണ് ഈ തിന്മ, ആരോടാണിത് പറയുക? ആരോടാണ് പറയുക? അതായത് ഏറ്റവും വലിയ തിന്മ എന്ന് പഠിപ്പിക്കുക ഇന്ന ശിർക്കല്ല ദുൽമുൻ അദീം, ശിർക്കാണ് ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ആരോട് പറയും? ഇപ്പോൾ പൊങ്കാല ഇട്ടാലും കുഴപ്പമില്ല, നാളെ പൊങ്കാല ഇട്ടോളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലിപ്പോൾ ഏത് ശിർക്ക് ആരോടാണ് ഇത് പറയുക? അപ്പോൾ അങ്ങനെ പ്രശ്നം ഇതിലുണ്ട്. അപ്പോൾ ഈ ഉമ്മത്ത്, ഈ അവസാനത്തെ ഈ ഉമ്മത്ത് എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എനിക്കിതിൽ പിന്നെ ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മൂപ്പര് CH മുസ്തഫ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ പറയുന്ന വാചകം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഖുർആൻ ഒരു തവണ ആത്മാർത്ഥമായി വായിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയാൾ പറയില്ലെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഷബീർ സലാഡ് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞ അവനവന് വേണ്ട ഭാഗം മാത്രം എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ദുർവ്യാഖ്യാനിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരമാണ് തഫ്സീർ കൊടുക്കുന്നത്. അത് ഭയങ്കര അപകടമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഒന്ന് മൂപ്പര് ഖുർആൻ പണ്ഡിതനാണ് എന്ന് പറയുന്നത് എന്തല്ല, ഖുർആൻ പഠിക്കാതെ പറയണം, ഖുർആൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാതെയാണ് അയാൾ പറയണം എന്നുള്ളത് സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. രണ്ട്, ഞാനിതിൽ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിൽ നിന്ന് പഠിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമായൊരു മനുഷ്യൻ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, അയാൾ പരലോകത്ത് വിജയിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് വിശ്വാസമാണ്. ഒരാൾ വിശ്വാസം സ്വീകരിച്ചാൽ മാത്രമേ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മുടെ ക്രൈസ്തവ അവർക്ക് അവരുടെ മതം വിശ്വസിക്കാനും അത് അനുഷ്ഠിക്കാനൊക്കെ നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്, സ്വാതന്ത്ര്യം. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകാം, അവരുടെ ആരാധനകളൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിൻ്റെ വിശ്വാസം എന്താണ്? ഒരാൾ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പോൾ കുർബാന ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തിക്കാണ് എന്ന് CH മുസ്തഫ പറയുമ്പോൾ അദ്ദേഹം എന്തിനാ ഈ കളവാക്കുന്നത്? ഖുർആനെ തന്നെയാണ് കളവാക്കുന്നത്. കാരണം ഖുർആൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് അമലുകൾ സ്വീകരിക്കണമെങ്കിൽ, കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ ആരാകണം? വിശ്വാസികളാണ്. എത്രയോ സ്ഥലത്തിൽ ഇപ്പോൾ സൂറത്തുൽ അസ്റിൽ ആദ്യം തന്നെ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു, എല്ലാവരും നഷ്ടത്തിലാന്ന് പറഞ്ഞിട്ട് നഷ്ടകാരികളല്ലാത്ത ആളുകളെ പഠിപ്പിക്കും ആദ്യം തന്നെ പറയുന്ന വിശ്വാസമാണ്. ഇത് അവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പം വിശ്വാസമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അമലുകൾ സ്വീകരിക്കില്ല, ഏത് കർമ്മം സ്വീകരിക്കില്ല. പിന്നെ അള്ളാഹു പറഞ്ഞൊരു വാചകമാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിൻ്റെ അടുക്കൽ ഏത് ദീന്,
അത് ഇസ്ലാമാണ്. ഇത് അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ അതിലിവിടെയുള്ള ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ഏത് രാജ്യത്തുള്ള ഏത് മനുഷ്യരാകട്ടെ ഒക്കെ ആരാണ് ശരിക്കും? നബി സല്ലല്ലാഹു ഉമ്മത്താണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്കുള്ളത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനാണ് എന്ത് ചെയ്യേണ്ടത്? അവർ സ്വീകരിക്കേണ്ടത്. ഇത് മുസ്ലിമിൻ്റെ വിശ്വാസമാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരും സ്വീകരിക്കേണ്ടത് ഖുർആനാണ്. ഖുർആൻ അവർക്കുള്ള ഗ്രന്ഥമാണ്. ആർക്കുള്ള? മനുഷ്യർക്കുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ ബൈബിള്, അതേപോലെ തന്നെ ഇഞ്ചീൽ, തൗറാത്ത്, ഇതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളാണ്. മുസ്ലിങ്ങൾ അതിനെല്ലാം സത്യപ്പെടുത്തുന്നു. അത് ശരിയാണ്. ആ ഇഞ്ചീൽ ഇറങ്ങിയിട്ടുണ്ട്, തൗറാത്ത് ഇറങ്ങിയിട്ടുണ്ട്, സബൂർ എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. അതിനെ നിഷേധിച്ചാൽ നമ്മൾ ആരാകൂല? നമ്മൾ മുസ്ലിം ആകൂല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ നേരത്തെ ഷബീസ്ലായി പറഞ്ഞ പോലെ തന്നെ ഈ വേദഗ്രന്ഥങ്ങളിൽ പല ആളുകളും കടത്തിക്കുട്ടലുകൾ വരുത്തി. ആ കടത്തിക്കുട്ടലുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? അതിനെ ഓരോ കാലഘട്ടങ്ങളിലും ഒഴിവാക്കി അള്ളാഹു എന്ത് ചെയ്തു? അവസാന പ്രവാചകനെ നിയോഗിച്ചു. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ വിശ്വാസം സ്വീകരിക്കണം. രണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? അനുധാവനം ചെയ്യണം. അപ്പോൾ ക്രൈസ്തവ സഹോദരങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാതെ ഞായറാഴ്ച ദിവസം പിന്നെ അവരുടെ പള്ളികളിൽ പോയി പ്രാർത്ഥന നടത്തിയാൽ അവരുടെ വിശ്വാസപ്രകാരം അത് ശരിയാണ്. പക്ഷേ ഖുർആൻ്റെ ബേസിൽ ശരിയാണെന്ന് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. നമ്മളെ പ്രശ്നം അതാണ്. CH മുസ്തഫ ഖുർആനിനെ മുന്നിൽ വെച്ച് പറയുന്നു അവരുടെ ആരാധനകൾക്ക് എന്തില്ല, അതൊക്കെ പുണ്യം ലഭിക്കുന്നതാണ്, നന്മയാണ് എന്ന് പറയാൻ ഖുർആൻ പഠിച്ച ഒരാൾക്കത് പറയാൻ പാടില്ല. ഹൈന്ദവ സഹോദരൻ, ക്രൈസ്തവ അതവരുടെ വിശ്വാസമാണ്, അവരുടെ ഇഷ്ടമാണ്. അതിൽ നമുക്ക് കൈകടത്താൻ നമുക്ക് യാതൊരു അവകാശമല്ല. പക്ഷേ മുസ്ലിങ്ങളായ ഒരാൾ പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകണം, അതേപോലെ തന്നെ അവർ പിന്നെ വെള്ളിയാഴ്ച ഒന്ന് ജുമാക്ക് വരിക, പിന്നെ ഏതെങ്കിലും ഉത്സവം നടക്കുന്ന സമയത്ത് അത് മുസ്ലിമിന് എന്തില്ല. അപ്പം അങ്ങനത്തെ ഒരു സൗഹാർദ്ദം യഥാർത്ഥത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ട്, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പിന്നെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്ന ആയത്ത് നമുക്ക് വായിക്കാൻ പറ്റും. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീല. ഇത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവരെന്ത് ചെയ്തു? അവരുടെ വേദഗ്രന്ഥങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ഇത് പടച്ചോൻ്റെ അടുത്തുള്ളതാണ്, ഇത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞ് ജനങ്ങൾ പഠിപ്പിച്ചു. അപ്പോൾ ഇത് ഖുർആൻ പറഞ്ഞു തരണം. മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് നമ്മളെങ്ങനെ സ്വീകരിക്കുക? അതെങ്ങനെ നമുക്ക് ആ വേദഗ്രന്ഥങ്ങൾ സ്വീകരിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്താ? അതിൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവരോടും, അഥവാ ഈസാ നബിയുടെ അനുയായികളെന്ന് പറയുന്ന ആളുകളോട്, യേശു ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് പറയുന്ന ആളുകളോട് ഖുർആൻ പറയുന്നത് ഈ തൗറാത്തും ഇഞ്ചീലൊക്കെ എന്ത് ചെയ്തു? അതൊക്കെ അവിടെ ഉണ്ട്. ഇനി അവർ ചെയ്യേണ്ടത്, ഖുർആൻ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് എന്താ? അവർ സ്വീകരിക്കേണ്ട ഗ്രന്ഥം ഏതാ? ഖുർആനെ പിൻപറ്റണം. അവർ ഖുർആനെ പിൻപറ്റുമ്പോഴാണ് അവരാരായിത്തീർന്നത്? പരലോകത്ത് വിജയിക്കുന്ന ആളുകളായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസം ഉണ്ടാകണം, ഇത്തിബ ഉണ്ടാകണം. മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾക്ക് വിധേയമാണ് എന്ന് ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദഗ്രന്ഥങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായും സത്യമാണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ കാര്യങ്ങളാണ് ആര് മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ CH മുസ്തഫ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അതാണ് ജനങ്ങളോട് പറയുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. കാരണം എന്താ? അവരിതൊക്കെ പഠിക്കാൻ തയ്യാറാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതത്തെക്കുറിച്ച് പഠിക്കാനാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത്? സമയം കണ്ടെത്തേണ്ടതും അവരതിനു വേണ്ടി ശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ട് വിഷയങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ ഒരു ദൃഢമായ ഒരു ബോധ്യം എന്ന് പറഞ്ഞത് ഖുർആനും അതുപോലെ തന്നെ ആ ഖുർആനിനെ എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് അത് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യഥാർത്ഥ വിശ്വാസത്തിലേക്കും അതുവഴി വിജയത്തിലേക്കും എത്തിച്ചേരാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ്. അതല്ലാത്ത പിന്നെ ഈ ഖുർആനെ നമ്മൾ നമ്മുടേതായ രൂപത്തിൽ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള അബദ്ധങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുക. അതുപോലെ തന്നെ ഖുർആൻ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന തൗഹീദിൽ പോലും വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ആദ്യത്തെ വിഷയത്തിലുള്ളതുപോലുള്ള വലിയ അപകടങ്ങളിലേക്കും നമ്മൾ എത്തിച്ചേരും. അപ്പോൾ എല്ലാ ആളുകളോടും നമുക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ നിരക്കുള്ള ശിർക്കൻ വിശ്വാസങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അത് പ്രചരിപ്പിക്കാനും അത് പറഞ്ഞു നടക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളോടും, അതുപോലെ തന്നെ മറ്റ് ബിദാത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, ഖുർആനിൽ സ്ഥിരപ്പെടാത്ത അങ്ങനെയുള്ള സംഗതികൾ അതിവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടും, ഈ നിലക്ക് സ്വന്തം വകയായി വ്യാഖ്യാനിച്ച് അങ്ങനെ ഓരോന്ന് ഒപ്പിച്ചുണ്ടാക്കുന്ന ആളുകളോടും, മതമില്ല എന്ന് പറയുന്ന ആളുകളോടും, ഇവിടെയുള്ള മറ്റ് മതത്തിൻ്റെ മറ്റ് ആദർശങ്ങളുടെ സുഹൃത്തുക്കളോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഈ വേദഗ്രന്ഥം അതുപോലെ തന്നെ ഈ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദേശങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇരു ലോകത്തും വിജയിക്കാനുള്ള പോംവഴി എന്ന് പറയുന്നത്. അതിലേക്ക് വളരെ നസീഹത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുകയാണ്. ഖുർആൻ ഒന്ന് പഠിക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിത മാതൃകകളൊന്ന് പഠിക്കാൻ തയ്യാറായാൽ തന്നെ
നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. അത് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു സന്ദേശം ബോധ്യപ്പെട്ടുകൊണ്ട് ഒന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു എപ്പിസോഡുമായി പ്രൂഫ് പോയിന്റിൽ വീണ്ടും നമുക്ക് കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.